പരമേശ്വർജി സ്മാരക പ്രഭാഷണത്തിനായി ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ തിരുവനന്തപുരത്തെത്തും. ജനാധിപത്യം, ജനസംഖ്യ, വികസനം, ഭാരതത്തിന്റെ ഭാവി എന്ന വിഷയത്തിൽ അദ്ദേഹം പ്രഭാഷണം നടത്തും. രാവിലെ 11 മണിക്ക് തിരുവനന്തപുരം കവടിയാർ ഉദയ പാലസ് കൺവെൻഷൻ സെന്ററിലാണ് ഭാരതീയ വിചാര കേന്ദ്രം പ്രഭാഷണം സംഘടിപ്പിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നുണ്ട്. പ്രജിത്, എപ്പോഴാണ് പരിപാടികൾ ആരംഭിക്കുക? അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായോ? എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിരിക്കുന്നു. 12 മണിയോടെ ഈ നാലാം പരമേശ്വരി സ്മാരക പ്രഭാഷണത്തിൽ പങ്കെടുക്കാനായി ഉപരാഷ്ട്രപതി തിരുവനന്തപുരം കവടിയാറുള്ള ഉദയ ഹോട്ടലിൽ അവിടേക്ക് കൺവെൻഷൻ സെന്ററിലേക്ക് എത്തിച്ചേരും. അദ്ദേഹത്തിന്റെ യാത്രാ സംവിധാനങ്ങൾക്കുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം കൃത്യമായ സുരക്ഷയൊരുക്കിയിട്ടുണ്ട്. തലസ്ഥാനത്തെ എല്ലായിടത്തും തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ വരവുമായി ബന്ധപ്പെട്ട് യാത്രാ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. 12 മണിക്കാണ് അദ്ദേഹത്തിന്റെ ഈ പരിപാടി ഉദയ പാലസ് കൺവെൻഷൻ സെന്ററിൽ നിശ്ചയിച്ചിരിക്കുന്നത്. അതോടൊപ്പം ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ ഡയറക്ടറായിട്ടുള്ള ശ്രീ ആർ സഞ്ജയൻ സ്വാഗതം ആശ്വസിപ്പിക്കും. അതോടൊപ്പം തുടർന്ന് മറ്റ് പ്രമുഖ വ്യക്തികളും ഈ വേദിയിൽ സംസാരിക്കുന്നുണ്ട്. ഈ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന് ശേഷം ഉപരാഷ്ട്രപതിയുടെ പ്രസംഗത്തിന് ശേഷം 1 മണിയോടെ ഈ പരിപാടികൾ അവസാനിക്കും. 2 മണിയോടെ അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് മടങ്ങും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു യാത്രാ ക്രമീകരണമായി ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. 4ാമത്തെ പരമേശ്വരി സ്മാരക പ്രഭാഷണത്തിലാണ് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ പങ്കെടുക്കുന്നത് എന്നുള്ളതാണ്. ഇതിനു മുൻപ് നടന്നിട്ടുള്ള 3 പരമേശ്വരി സ്മാരക പ്രഭാഷണങ്ങളിൽ ചരിത്രമെടുക്കുമ്പോൾ ആദ്യത്തേത് അന്നത്തെ ഉപരാഷ്ട്രപതിയായിരുന്ന വെങ്കയ്യ നായിഡുവാണ് പങ്കെടുത്തത്. പിന്നീട് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ, കേന്ദ്രമന്ത്രി എസ് ജയശങ്കർ തുടങ്ങിയവർ പങ്കെടുത്തിരുന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും ഭാരതത്തിന്റെ ഉപരാഷ്ട്രപതി പരമേശ്വരി സ്മാരക പ്രഭാഷണത്തിനായി തിരുവനന്തപുരത്ത് എത്തുന്നത്. ജനാധിപത്യം, ജനസംഖ്യ, വികസനം, ഭാരതത്തിന്റെ ഭാവി എന്നീ വിഷയങ്ങളിലാണ് ഉപരാഷ്ട്രപതി പ്രഭാഷണം നടത്തുന്നത്. 11 മണിക്ക് പ്രഭാഷണം എന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. ഇപ്പോൾ 12 മണിയാണ് എന്നുള്ള കൃത്യമായ അറിയിപ്പ് വന്നിട്ടുണ്ട്. ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടർ ആർ സഞ്ജയൻ തുടങ്ങി രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ പ്രധാനപ്പെട്ട ആളുകൾ, മറ്റ് സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരെല്ലാം ഈ പ്രഭാഷണം കേൾക്കാനായി അവിടെ എത്തിച്ചേരും. 2020 ഫെബ്രുവരി 9-നാണ് പരമേശ്വരി അറിയിച്ചിരുന്ന പരമേശ്വരൻ നിർവഹിക്കുന്നത്. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ മുതിർന്ന പ്രചാരകനും സംഘപരിവാർ പ്രചാരകരുടെ ഭാരതം ഒറ്റക്കറിയപ്പെടുന്ന ഭൗതിക മുഖമായും ദക്ഷിണിക മുഖമായും ഒക്കെ അറിയപ്പെട്ടിരുന്ന ഒരു മനുഷ്യന്റെ ഓർമ്മകൾ പുതുക്കുകയാണ് അനന്തപുരി. ഇതിന് ഉപരാഷ്ട്രപതി തന്നെ നേരിട്ടെത്തുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടത്. 6 പതിറ്റാണ്ടായി കേരളത്തിന്റെ സാംസ്കാരിക മണ്ഡലത്തിലൊക്കെ സജീവമായി നിലനിന്നിട്ടാണ് പരമേശ്വരി വിടവാങ്ങിയത്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയപരമായിട്ടുള്ള എഴുത്തുകളും പുസ്തകങ്ങളും ഒക്കെ വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ട്. കേരളത്തിൽ സംഘപരിവാർ ആശയങ്ങൾക്ക് പ്രചാരം നേടിക്കൊടുത്ത ഏറ്റവും പ്രമുഖ വ്യക്തികളിൽ ഒന്നായിരുന്നു അദ്ദേഹം എന്നുള്ള ഘട്ടത്തിൽ ഓർക്കുകയാണ്. 2022-ലാണ് ആദ്യത്തെ പരമേശ്വരി സ്മാരക പ്രഭാഷണ പരമ്പര ആരംഭിച്ചത്. 2022-ൽ അന്നത്തെ ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു, 2023-ൽ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ, 2024-ൽ വിദേശകാര്യ ജയശങ്കർ എന്നിവരാണ് പങ്കെടുത്തിട്ടുള്ളത്. ഇന്ന് ഉച്ചയോടെ 2 മണിക്ക് ശേഷം ഉപരാഷ്ട്രപതി ഹൈദരാബാദിലേക്ക് പോകും. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാഷ്ട്രപതിയുടെ യാത്രാ സമയത്ത് വിവിധ വഴികളിലേക്ക് വാഹനങ്ങളൊക്കെ തിരിച്ചുവിടും. വിമാനത്താവളത്തിലേക്ക് വരുന്ന യാത്രക്കാർ മുൻകൂട്ടി യാത്രകൾ ക്രമീകരിക്കണമെന്നുള്ള നിർദ്ദേശവും ഇപ്പോൾ പോലീസ് നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് പ്രജിത് മോഹനാണ് വിവരങ്ങൾ നൽകിയത്. 4ാമത് പരമേശ്വർജി സ്മാരക പ്രഭാഷണത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് അനന്തപുരി. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകറാണ് പ്രഭാഷണത്തിൽ പങ്കെടുക്കുക. ജനാധിപത്യം, ജനസംഖ്യ, വികസനം, ഭാരതത്തിന്റെ ഭാവി എന്ന വിഷയത്തിൽ അദ്ദേഹം പ്രഭാഷണം നടത്തും. 12 മണിക്ക് തിരുവനന്തപുരം കവടിയാർ ഉദയ പാലസ് കൺവെൻഷൻ സെന്ററിലാണ് ഭാരതീയ വിചാര കേന്ദ്രം പ്രഭാഷണം സംഘടിപ്പിച്ചിരിക്കുന്നത്.